അപ്പം ഞങ്ങൾ നിൽക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെ പയറിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം പയറിൻ്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം സുബിനും മെറിനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരെയും കൊണ്ട് തന്നെ ഒരു വിളവെടുപ്പ് അങ്ങ് നടത്തിക്കാന്ന് കരുതി. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഒത്തൊരുമിച്ച് കൃഷിയിലേക്ക് എന്നുള്ളതായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവാതെ. അപ്പം അതിനകത്ത് നമ്മൾ ചേനയുടെ വിളവെടുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പേർക്ക് വിളവെടുപ്പൊക്കെ നടത്തുമ്പോൾ മെറിനെ ഒരുപാട് മിസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മെറിനും സുബിനും ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്കൊരു അടിപൊളി വിളവെടുപ്പാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെ പയറിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം പയറിൻ്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം സുബിനും മെറിനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരെയും കൊണ്ട് തന്നെ ഒരു വിളവെടുപ്പ് അങ്ങ് നടത്തിക്കാന്ന് കരുതി. ഇപ്പോൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ്. പിന്നെ അവർ പറിക്കുമ്പം അതിലേറെ രസമായിരിക്കുമല്ലോ. ചെറുതായിട്ട് എല്ലായിടത്തും ചെറിയ ചെറിയ രീതിയിലുള്ളൂ. വീട്ടിലെല്ലാം നമുക്ക് എന്തോരം പയറാ നിൽക്കുന്നതെന്ന്. അപ്പം ഞാൻ 2 ദിവസത്തേക്കൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പം നിങ്ങളോട് വന്നിട്ട് മുന്നേ ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് നട്ടിട്ട് കല്യാണമൊക്കെ ആവുമ്പോഴത്തേക്ക് നല്ല പന്തലിച്ച് പയറൊക്കെ പിടിച്ച് കൂടെ ഇങ്ങനെ നടക്കണം. അപ്പം എന്തായാലും വിളവെടുക്ക് അതെല്ലാം ഇതായി അല്ലേ, സ്ഥലം ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. ഇപ്പം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണം? പ്രയത്നിക്കണം, കഷ്ടപ്പെടണം. അപ്പോൾ ഒന്ന് വിളവെടുക്കാം. മതി മതി. ചിലതിനകത്ത് പൂ കാണും, പൂ പോവാത്തൊരു. ഞാനൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കത്തേ ഉള്ളൂ. നമുക്ക് ശീലമായിട്ട്. അതിനകത്ത് പൂ ഉണ്ടെങ്കിൽ അത് മുറ്റിയതാണ്. ഇതെടുത്തോ. അപ്പം നിങ്ങളെ കൊണ്ട് വിളവെടുപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? നിങ്ങളും ഇതേപോലെ പോയി ഇനി കൃഷിയൊക്കെ ചെയ്യണം. വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം. ജോലി മാത്രം പോരാ, ഇതും വേണം. എന്താ വയ്യായ? കുഴപ്പമില്ല. സുബിന് വയ്യാന്ന് പറയാനായിട്ട് മമ്മിയുടെ അത്ര കഴിവൊന്നും ഞങ്ങൾ ഇല്ല. പിന്നെ പ്രത്യേകിച്ച് വലിയ കഴിവൊന്നും വേണ്ടെന്നല്ലേ, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കഴിഞ്ഞ കൃഷിയിൽ നമ്മൾ ചേനയൊക്കെ വിളവെടുത്തപ്പോൾ ഉണ്ടല്ലോ, മെറിനെ ഒരുപാട് മിസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം മെറിൻ മാത്രമല്ല, നമുക്ക് സുബിനെയും കൂടെ അതിനകത്ത് കൂട്ടുണ്ടായോ? എല്ലാവരും കൂടെ ആകുമ്പോഴല്ലേ വിളവെടുപ്പ് ഒരു പൂർത്തീകരണമാവുന്നത് തന്നെയാ. ഞങ്ങള് വരാൻ വേണ്ടി മമ്മി കാത്തിരുന്ന് പോലെ കാത്തിരുന്ന് എല്ലാം സൂക്ഷിച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പം നമ്മളെ കല്യാണത്തിന് മുമ്പ് നട്ടയായിരുന്നു ഇത്. കല്യാണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ പന്തലിച്ച് നിൽക്കണം, പയറൊക്കെ പിച്ചുവാനായിട്ട് തുടങ്ങണം എന്നൊക്കെ കരുതിയാണ് ഞാൻ നട്ടത്. നല്ല ആരോഗ്യമുള്ള പയർ നോക്കിയാൽ മമ്മി നടുന്നതും കാണാം, ഇങ്ങനെ കൈ നിറച്ച് പയറുമായിട്ട് വരുന്നതും കാണാം. കണ്ടോ എല്ലാം കൂടെ പറിച്ചിട്ട് കാണിക്കാം, കുറേ ഉണ്ട്. ഇഷ്ടംപോലെ ആയല്ലോ. ഇതിനിടയ്ക്ക് കൂടെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പം പിന്നെ വിഷമില്ലാത്ത പച്ചക്കറി സുവിന്റെ വീട്ടുകാർ കൂടെ കഴിക്കാമെന്ന്. കണ്ടായിരുന്നോ? അത് നമ്മൾ ഷെയർ ചെയ്യുന്ന കൂട്ടത്തില്, ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ആരും പുറകോട്ടൊന്നും അല്ല കേട്ടോ. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിൽ എന്ത് കാര്യം ഉണ്ടായാലും ഷെയർ ചെയ്യാൻ പിടിക്കുക. എന്നെ കെട്ടിച്ചൂടെ കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ അമ്മച്ചി അതിൻ്റെ ബാക്കി കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പം മെറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മെറിൻ്റെ വീട്ടിൽ മെറിൻ്റെ മമ്മി ഷെയർ ചെയ്യാൻ മിടിക്കുക തന്നെയാണ് അവർ. അപ്പം നമുക്ക് ഈ പയർ എന്തായാലും മെറിനെല്ലാം കൊടുത്തു വിടാം. എന്താ ഇഷ്ടം പോലെ പയറാണ്. മടുത്തു എന്ന് പറയരുത് കേട്ടോ. പയറൊക്കെ ഇഷ്ടമാണ്. നോമ്പ് സമയല്ലേ, പയർ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ. അതെ, ഞങ്ങളുടെ സുബിനും മെറിനും ഒക്കെ നോയമ്പിലാണ്. എന്തായാലും കല്യാണം കഴിഞ്ഞ ഒരു നോയമ്പാണെന്ന് കഴിഞ്ഞു. അപ്പം നമ്മുടെ നോയമ്പിൻ്റെ സമയത്ത് നോക്കിയാൽ നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ ഇതേപോലെ പയർ വെച്ചു പറഞ്ഞാൽ എന്ത് ഐശ്വര്യമാണെന്ന് നോക്കിയാൽ കണ്ട.
എല്ലാവരും പിടിച്ചോണേ ഓരോ പിടി വീതം. ഒരു പയറ് ഇത്രയൊക്കെ ആക്കിയെടുക്കാൻ എന്തൊരു പാടല്ലയോ? ഉണ്ട് ഇല്ലേ? ഈ മുഞ്ഞാന്നൊക്കെ പറയുന്ന ഇതിനകത്ത് മുഞ്ഞൊന്നും ഇല്ലായിരുന്നു സുമൻ. എന്തായാലും ഇതിനകത്ത് പിന്നെ ഈ ഉറുമ്പുണ്ടല്ലോ, കടക്കൊട്ടൊക്കെ എന്താ പറയുന്നത്, ഉറുമ്പ് മുഞ്ഞാന്ന് പച്ചുറുമ്പിന് എന്താ പറയാ, അപ്പൊ ഈ പച്ചുറുമ്പ് ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് മുഞ്ഞയും മറ്റുള്ള ചാഴിയുടെ ശല്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഓരോ പിടിവീതം എല്ലാരും പിടിക്കുക. മൂത്തതുണ്ടെങ്കിൽ പയർ കൊഴിച്ചിട്ടങ്ങ് തോരൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആകെ 11 ഗ്രോ ബാഗിനകത്ത് ഇവിടെ പയർ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം 3 ഗ്രോ ബാഗിനകത്ത് ഇട്ടതിന് അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ പിടിച്ചു. പക്ഷെ അതിനേക്കാളും കൂടുതൽ പിടിച്ചത് ഇവിടെ ആയിരുന്നു. കുറേ പ്രാവശ്യം ഞാൻ വിളവ് കൊടുത്തു. അപ്പം കുറച്ച് പേർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു. പിന്നെയും പറിക്കാൻ വേണ്ടി ഇങ്ങനെ അതെ, നിങ്ങൾക്ക് തന്നെ സ്പെഷ്യൽ തന്ന സംഭാവനകളെല്ലാം. അപ്പം നമ്മൾ ഈ വിളവെടുക്കുന്ന പയറിൻ്റെ തന്നെ നടുന്ന രീതിയും അതേപോലെ തന്നെ അതിനകത്ത് ചെയ്യുന്ന വളപ്രയോഗത്തിനെ കുറിച്ചുള്ളതായ വീഡിയോ നല്ല വ്യക്തമായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഗ്രോ ബാഗ് ഒരുക്കണം. അപ്പോൾ ഗ്രോ ബാഗിനകത്തോട്ട് കുറച്ച് പിന്നെ അടിഭാഗത്ത് കരിയിലയോ പച്ചിലയോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ മണ്ണ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഗ്രോ ബാഗ് ഒരു പകുതിയോളം ഇതേപോലെ നിറയ്ക്കണം. എന്നിട്ട് ബാക്കി ഭാഗം നമ്മളിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളവും മണ്ണും ഒക്കെ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഗ്രോ ബാഗ് ഉയർത്തി വെക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു വിരലിൻ്റെ പകുതി താഴ്ചയിൽ നമുക്ക് ഈ വിത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 വിത്താണ് ഞാൻ ഈ ഗ്രോ ബാഗിനകത്ത് നടാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു 11 ഗ്രോ ബാഗിനകത്ത് പയർ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലതുപോലെ വളം ഇടാൻ നല്ല പറ്റിയ സമയമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം 3-ാമത്തെ ഇലയും 4-ാമത്തെ ഇലയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നതായ ഒരു സമയം. അപ്പോൾ 2 ഇല പരുവൊക്കെ ആകുമ്പോൾ എന്ത് വേണമെന്നറിയാമോ, നമ്മൾ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. നമ്മുടെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ഇങ്ങനെ ഈ അരുവ് തോറും നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം. അതല്ലേ, ഇങ്ങനെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല വായുസഞ്ചാരം ഉണ്ടാവുകയും അതിൻ്റെ വേരുകൾ നല്ലതുപോലെ ഓടുകയും ചെയ്തോളും. ഇനി ഒരു 4 ഇല പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പയർ ഈ പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് വളപ്രയോഗമൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതേപോലെ നമ്മുടെ ഒരു ചെടിച്ചട്ടിയിൽ ഒരു ചട്ടി നമ്മൾ ചാരം എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അതേപോലെ തന്നെ ചാണകം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചട്ടിക്കകത്ത് മണ്ണും കൂടെ എടുക്കാം. ഇത് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചാരവിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ അതിൻ്റെ മുകൾ ഭാഗത്തെ മണ്ണൊക്കെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്താണ് കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും വേരൊന്നും പൊട്ടിപ്പോവുകയില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്നതായ കൂട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മണ്ണും എല്ലാം മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അപ്പം പിന്നെ വീണ്ടും അതിൻ്റെ മേളിൽ മണ്ണിടേണ്ട കാര്യമില്ല. ഈ വളം അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടിരുന്നാൽ മാത്രം മതി. ഇനി നമ്മൾ ഗ്രോ ബാഗ് നമ്മൾ മടക്കി വെച്ചേക്കുകയെന്നുണ്ടെങ്കിൽ അത് നിവർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കയർ കെട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പം വെയിറ്റൊക്കെ എങ്ങനെ കെട്ടുന്നതെന്ന് ആരൊക്കെയോ ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു കല്ലോ ഇഷ്ടികയോ ഓടിൻ്റെ കഷ്ണമോ ഒരു തടി കഷ്ണമോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ആ കയറിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ഒന്ന് കെട്ടി അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ടിരുന്നാൽ മതി. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിരിക്കുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വരുന്നതായ വള്ളികളെ ഉണ്ടല്ലോ, വള്ളികളെല്ലാം നമുക്ക് ഈ കയറിനകത്തോട്ട് ചുറ്റി കൊടുക്കണം. അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണ്ട് ഇങ്ങനെ വള്ളികൾ ഇങ്ങനെ വളർന്ന് വരും. ഇപ്പം കയറിൽ നിന്ന് വിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അങ്ങ് പടർന്ന് അങ്ങ് പന്തലിനകത്തോട്ട് അങ്ങ് കയറിക്കോളും. അതേപോലെ നിങ്ങൾ കൃഷി ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. നല്ല അടിപൊളി വിളവായിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് അത്യാവശ്യം ഉറുമ്പും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പയറും നമുക്ക് നഷ്ടപ്പെടാതെ, പുഴു ശല്യം ഒന്നും ഉണ്ടാവാതെ, അതുപോലെ മുഞ്ഞയുടെ ശല്യം ഉണ്ടാവാതെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ ഇട്ടേക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിളവെടുപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വിത്തുകൾ ഗ്രോബാഗുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ minis-lifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ല ഇനം വിത്തുകൾ, കുറേ വെറൈറ്റി പയറുകളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്, കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.